വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നീ വീഡിയോയിൽ പറയുന്നുള്ളത് 3 റൈറ്റേഴ്സിനെ പറ്റിയിട്ടാണ്. ആസ്കലേസ്, സോഫോക്കിൾസ് ആൻഡ് യൂറോപ്പേഡ്സ്. ഈ 3 റൈറ്റേഴ്സിനെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് തന്നെ നമ്മൾ പറയുന്നുള്ളത് ആസ്കലേസ് എന്ന റൈറ്ററിനെ പറ്റിയിട്ടാണ്. അദ്ദേഹം എന്നുള്ളത് ആൻഷ്യൻ ഗ്രീക്ക് ട്രാജഡിയിലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ളൊരു ഫിഗറാണ്. അദ്ദേഹം കൺസിഡർ ചെയ്യുന്നുള്ളത് ഫാദർ ഓഫ് ട്രാജഡി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്നുള്ളത് റോമൻ പ്ലേ റൈറ്റ്സിലും ലിറ്ററേച്ചറിലും സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള വർക്ക്സാണ് അദ്ദേഹത്തിൻ്റെത്. മെയിൻലി നോട്ട് ചെയ്യാനുള്ളത് അദ്ദേഹം എന്നുള്ളത് ഫാദർ ഓഫ് ട്രാജഡീൻ്റെ ഫാദർ എന്നാണ് കൺസിഡർ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ വൈൽ ഹി ലിവ്ഡ് ഇൻ ഗ്രീസ് ഹിസ് ഡ്രാമാറ്റിക് ഇന്നോവേഷൻസ് അതുപോലെ തന്നെ തീംസൊക്കെ അദ്ദേഹത്തിൻ്റെ പ്ലേയേഴ്സിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റോമൻ ഡ്രാമാറ്റിക് ട്രഡീഷനിൽ ഒരു ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് തന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക്സിന് വരുത്താൻ വേണ്ടി പറ്റുന്നുണ്ട്. ആസ്കലേസ് എന്നുള്ളത് വാസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പ്ലേ റൈറ്റ്സ് ഇൻ അത്തൻസിലെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പ്ലേ റൈറ്റ്സ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ട്രാജഡിൻ്റെ ഫോം എന്നുള്ളത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് ഇറ്റ്സ് പൊട്ടൻഷ്യൽ. അദ്ദേഹത്തിൻ്റെ പ്ലേ ആയിട്ടുള്ള ദ പേർഷ്യൻസ് ആൻഡ് ദ ഒറസ്റ്റിയ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് തീംസ് ഓഫ് ജസ്റ്റിസ്, ഫെയ്റ്റ് ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് ദ ഗോഡ്സ്. അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്നുള്ളത് ഹിസ്റ്റോറിക്കൽ അതുപോലെ തന്നെ കൾച്ചറൽ ഇൻഫോർമേഷൻ നൽകുന്ന കാര്യത്തിൽ ഇന്നും ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ആയിട്ട് തന്നെ തുടരുന്നുണ്ട്. സോഫോക്കിൾസ് എന്നുള്ളത് ഗ്രീക്ക് പ്ലേ റൈറ്റിലെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ഫിഗർ തന്നെയാണ്. അദ്ദേഹം അറിയപ്പെടുന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ട്രാജഡീസ് കാരണമായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നുള്ളത്. അദ്ദേഹം എന്നുള്ളത് ഗ്രീക്ക് ട്രാജഡീൻ്റെ മാസ്റ്റർ ആയിട്ടാണ് അറിയപ്പെടുന്നുള്ളത്. അദ്ദേഹം എന്നുള്ളത് ആസ്കലേസ് അതുപോലെ തന്നെ യൂറോപ്പേഡ്സ് ഇവരൊന്നിച്ച് തന്നെ ഈ ഒരു 3 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഫിഗേഴ്സിൽ പെട്ട ആളാണ് സോഫോക്കിൾസ് എന്ന് പറയുന്നുള്ളത്. ഒഡീപ്പസ് റെക്സ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്ലേ എന്നുള്ളത് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് പ്ലേ ആണ് ഈ ഒരു പ്ലേ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പ്ലേയിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് തീം ഓഫ് ഫെയ്റ്റ് ആൻഡ് ഫ്രീ വിൽ ത്രോ ദ ട്രാജിക് സ്റ്റോറി ഓഫ് ഒഡീപ്പസ് കിങ് ഓഫ് തിബ്സ്. ആൻറ്റിഗൺ എന്നുള്ള പ്ലേ എന്നുള്ളത് പവർഫുൾ ആയിട്ടുള്ള ഒരു പ്ലേ ആണ്. ആ ഒരു പ്ലേയിൽ എക്സാമിൻ ചെയ്യുന്നുണ്ട് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഡിവൈൻ ലോ ആൻഡ് ഹ്യൂമൻ ലോ ത്രോ ദ സ്റ്റോറി ഓഫ് ആൻറ്റിഗൺ. ഓഡിപ്പസ് അറ്റ് കൊളനസ് ഒഡീപ്പസ് ട്രിലോജിയിലെ ഫൈനൽ പ്ലേ ആണ് ഈ ഒരു പ്ലേ എന്നുള്ളത്. ഈ ഒരു പ്ലേയിൽ എക്സ്പ്ലോർ ചെയ്യുന്നുള്ള തീം എന്നുള്ളത് തീംസ് ഓഫ് എക്സിൽ, പ്രവാസം, അതുപോലെ തന്നെ ഫോർഗീവ്നെസ് ആൻഡ് ദ ഇനേവിറ്റബിലിറ്റി ഓഫ് ഫെയ്റ്റ്, വിധിയുടെ അനിവാര്യത, അതുപോലെ തന്നെ മാപ്പ് കൊടുക്കൽ, ഇതൊക്കെയാണ് ഈ ഒരു പ്ലേയിലുള്ള തീംസ് എന്നുള്ളത്. യൂറോപ്പേഡ്സ് എന്നുള്ള റൈറ്റർ എന്നുള്ളത് അദ്ദേഹം എന്നുള്ളത് പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഗ്രീക്ക് ട്രാജഡിയനാണ്. അദ്ദേഹം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വർക്ക്സൊക്കെ ഹെവിലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് റോമൻ ലിറ്ററേച്ചറിനെയും അതുപോലെ തന്നെ തിയേറ്ററിനെയും. അദ്ദേഹം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു 3 മേജർ പ്ലേ റൈറ്റ്സ് ആയിട്ടുള്ള ആൻഷ്യൻ്റ് ഗ്രീക്ക് ട്രാജഡിയിൽ പെട്ട ഒരാളാണ്. അതുപോലെ തന്നെ അദ്ദേഹം എന്നുള്ളത് ആസ്കലേസ്, സോഫോക്കിൾസിനെ ഒന്നിച്ച് അവരെ പോലെ തന്നെ 3 മേജർ പ്ലെയർ റൈറ്റ്സിൽ പെട്ട ഒരാളും കൂടിയാണ്. അദ്ദേഹം അറിയപ്പെടുന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഫോക്കസ് എന്നുള്ളത് സൈക്കോളജിക്കൽ റിയലിസം, ആ ഒരു ഫോക്കസ് കാരണമായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലോറേഷൻ എന്നുള്ളത് ഹ്യൂമൻ നേച്ചറിൻ്റെ ഡാർക്കർ സൈഡാണ് അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അൺകൺവെൻഷണൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്നതിലൂടെയും അതിലൂടെയൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നുള്ളത്. പെർട്ടിക്കുലർലി വുമണിനെയൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ യൂസ് ചെയ്യുന്നത് കാരണമായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നുള്ളത്. ഏതൊക്കെ കൊണ്ടാണ് സൈക്കോളജിക്കൽ റിയലിസം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഹ്യൂമൻ നാച്ചറിൻ്റെ ഡാർക്കർ സൈഡ് എക്സ്പ്ലോർ ചെയ്യുന്നത് കൊണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അൺകൺവെൻഷണൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്നത് കാരണം കൊണ്ടൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നുള്ളത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക.